ജോസ് തോമസിൻ്റെ വേർപാട് ഒത്തിരിയേറെ വേദന ഉളവാക്കി. ഞാനും ജോസിയേട്ടനും ഒത്തിരിയേറെ കാലത്തെ സ്നേഹബന്ധം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് അദ്ദേഹം ഒരു യാത്രാമധ്യേ പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. ആ വാർത്ത എന്നെ സംബന്ധിച്ച് ഒത്തിരി ദുഃഖം ഉളവാക്കി. ഞാനും ജോസിയേട്ടനും ഒത്തിരിയേറെ യാത്ര ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരി സിസ്റ്ററിൻ്റെ ജൂബിലി പ്രമാണിച്ച് ആഫ്രിക്കയിലെത്തി ജോസിയേട്ടനും മകനും അവിടെ ഒരു സംഗീത വിരുന്ന് ഒരുക്കുവാനായിട്ട് പോയതാണ്. നമുക്കറിയാവുന്നതുപോലെ ബൈബിളിൽ ഇപ്രകാരം കാണുന്നുണ്ട്, ഏതൊരു യാത്രയ്ക്ക് മുമ്പും ഒരു വിരുന്നൊരുക്കാറുണ്ട്. സംഗീത വിരുന്ന് തൻ്റെ പ്രിയപ്പെട്ട സഹോദരി സന്യാസിനിക്ക് ആഫ്രിക്കയിലെത്തി ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ പോയി ഒരു വിരുന്നൊരുക്കി. സഹോദരിയുടെ കൂടെയായിരുന്നു. വാസ്തവത്തിൽ ആ വിരുന്നൊരുക്കിയത്, സംഗീതം ആലപിച്ചത്, ആ ഭവനത്തിലെത്തി ആ സഹോദരിയുടെ കൂടെ, സമർപ്പിതയായ സഹോദരിയുടെ കൂടെ, മറ്റ് സിസ്റ്റേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ആ വിരുന്ന് തയ്യാറാക്കി. സംഗീത വിരുന്ന്, സ്നേഹത്തിൻ്റെ വിരുന്ന്, യാത്രയ്ക്ക് മുമ്പുള്ള വിരുന്ന് തയ്യാറാക്കി. തിരിച്ചുള്ള മടക്കയാത്രയിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അദ്ദേഹത്തിന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം വളരെ ശാന്തനായ ഒരു വ്യക്തിയായിരുന്നു. ആരോടും ദേഷ്യപ്പെട്ടതായി ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ആരെയും വഞ്ചിച്ചിട്ടില്ല, ആരെയും ചതിച്ചിട്ടില്ല. എന്തായാലും ഒരു ശാന്തമായ രീതിയിലേ പെരുമാറാറുള്ളായിരുന്നു. ഒരിക്കലും ഞാൻ ഓർക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള വലിയൊരു ചിന്ത ഇതായിരുന്നു. ഒരു യാത്രാമധ്യേ ഒരു പാവപ്പെട്ട ഒരു വ്യക്തി, വിശന്ന് വലഞ്ഞിരിക്കുന്ന വ്യക്തി, ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്ന പോലെ തോന്നിയപ്പോൾ പെട്ടെന്ന് കാറിൽ നിന്നിറങ്ങി അടുത്തുള്ള ഹോട്ടലിൽ പോയി ആഹാര സാധനം വാങ്ങിച്ച് അദ്ദേഹത്തിൻ്റെ പക്കൽ കൊടുത്തു. അതിനുശേഷം അല്പം പൈസയും കൊടുത്തിട്ട് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് നമ്പർ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു. ഞാൻ പെട്ടെന്ന് ഓർത്തു പോയത് ബൈബിളിലെ നല്ല സമരിയാക്കാരൻ്റെ ഉപമയാണ്. ഒരു കലാകാരന് കാരുണ്യമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയാൻ സാധിച്ചു അതിലൂടെ. ജോസേട്ടൻ ഒത്തിരിയേറെ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ട്, ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. അവിടെ ഒന്നും അദ്ദേഹം വലിപ്പമോ ചെറുപ്പമോ ആൾക്കൂട്ടമോ കുറയുവോ കൂടുവോ ഒന്നും ചിന്തിക്കാറില്ല. രണ്ടുപേരുണ്ടെങ്കിലും അവരുടെ നടുവിൽ പാടാൻ അദ്ദേഹം തയ്യാറാണ്. അത്ര എളിമയുള്ളൊരു വ്യക്തിയായിരുന്നു. മറ്റൊരു സംഭവം എൻ്റെ ജീവിതത്തിലുള്ളത്, 2003 വൈദികരായ വടവാതൂർ സെമിനാരിലെ എൻ്റെ സുഹൃത്തുക്കളായ വൈദികരെ എല്ലാ വർഷവും ഞാൻ എവിടെയെങ്കിലും ഒത്തുചേരാറുണ്ട്. 2022 തിരുവനന്തപുരത്ത് ഒത്തുചേർന്നപ്പോൾ ജോസേട്ടൻ അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ സംഗീത വിരുന്ന് അവിടെ ഒരുക്കി. അങ്ങനെ അദ്ദേഹം ഇടയ കന്യക എന്ന ഗാനം ആലപിച്ചു. 34 വൈദികരുണ്ടായിരുന്നു. എല്ലാവരും കരങ്ങളടിച്ച് അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു. അദ്ദേഹം അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് നിങ്ങളോട്. കാരണം ഇത്രയും പുരോഹിതന്മാരുടെ മുമ്പിലിരുന്ന് പാട്ട് പാടാൻ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ അവസരമാണ്. ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ആ പൗരോഹിത്യത്തെ എത്രമാത്രം സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പാലാ രൂപതയിലെ ഒരു വൈദികനും കൂടിയാണല്ലോ. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം 1-2 വൈദികരുടെ മുമ്പിലിരുന്നായിരിക്കും അദ്ദേഹം ഗാനം ആലപിച്ചിട്ടുള്ളത്. പക്ഷേ 34 വൈദികരുടെ മുമ്പിലിരുന്നു കൊണ്ട് 21 വർഷം പൗരോഹിത്യം സ്വീകരിച്ചിട്ട് ആയ വ്യക്തികളുടെ മുമ്പിലിരുന്നു കൊണ്ട് പാടിയപ്പോൾ അദ്ദേഹം ഒത്തിരി സന്തോഷമായി. അദ്ദേഹം ഒത്തിരിയേറെ ഗാനങ്ങൾ അവതരിപ്പിച്ചു, പാടി, സംഗീത വിരുന്ന് നൽകി. അദ്ദേഹത്തിൻ്റെ എളിമയാണ് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. എളിമയുള്ളൊരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. തീരാ നഷ്ടം തന്നെയാണത്. അദ്ദേഹം ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഇനിയും പോകേണ്ട വ്യക്തിയായിരുന്നു. ഇനി സ്വർഗത്തിലിരുന്ന് അദ്ദേഹം പരമപിതാവിൻ്റെ മുമ്പിലിരുന്നു കൊണ്ട് അദ്ദേഹം സ്തുതിയും സ്തോത്രവും സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന കാര്യം തീർച്ചയാണ്. അദ്ദേഹത്തിന് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യും.